അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. ഈശോയിൽ അനുഗ്രഹീതരായവരെ, സങ്കീർത്തനം 37:5 ഇപ്രകാരം പങ്കുവയ്ക്കും: നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ജീവനും ജീവിതവും തന്നവൻ ജീവനും ജീവിതവും നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്ക് ഏതാനും നിമിഷങ്ങളിൽ ഈശോയുടെ മുമ്പിലായിരുന്നാലോ? ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ ഈ തിരുസന്നിധി മുന്നേ നമുക്ക് അല്പസമയമായിരിക്കാം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം, ഇത് ആരാധനയുടെ നിമിഷം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം, ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം, നാഥ ആനന്ദപൂരിതമാത്മം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു
ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ. ഈശോയെ നോക്കിക്കൊണ്ട് സ്നേഹിക്കുന്ന തമ്പുരാനെ, കരുതലും കാവലും നൽകുന്ന തമ്പുരാനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നമുക്ക് കൺകുളിർക്കെ കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായത്തിൽ 4 വചനം ഇപ്രകാരം പങ്കുവയ്ക്കും: ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കുകയും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. വചനത്തോടെ ഈശോയെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കുകയും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. സൃഷ്ടാവിൻ്റെ മുമ്പിലാണ് സൃഷ്ടികളായ നമ്മളേവരും എന്നുള്ള ഓർമ്മ നമുക്ക് മറക്കാതിരിക്കാം. വചനം പറയുന്നു, നിങ്ങളെ വഹിക്കുകയും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. കുഞ്ഞിനെ അപ്പൻ ചുമലിലേറ്റി അല്ലെങ്കിൽ തോളിലേറ്റി സന്തോഷിപ്പിക്കുന്നത് പോലെ, നടക്കുന്നത് പോലെ എന്നെയും എൻ്റെ ഈ തമ്പുരാൻ തൻ്റെ ചുമലിലേറ്റിയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. ജീവിതത്തിൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നന്മകളും നിറയുന്ന സന്ദർഭങ്ങളെല്ലാം കർത്താവ് നമ്മെ തോളിലേറ്റി നടക്കുന്ന സന്ദർഭങ്ങളാണ്. നമുക്ക് ഈ പരിശുദ്ധ കുർബാനയെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, എൻ്റെ സന്തോഷത്തിൻ്റെയും എൻ്റെ സൗഭാഗ്യത്തിൻ്റെയും നന്മയുടെയും നല്ലതിൻ്റെയും നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ തോളിലാണ് ഞാൻ, അവൻ്റെ ചുമലിലാണ് ഞാൻ. അതുകൊണ്ട് മറ്റൊന്നും ഞാൻ അറിയുന്നില്ല, ദുഃഖങ്ങൾ അറിയുന്നില്ല. നമ്മൾ പാടി നിർത്തിയതേ ഉള്ളൂ. ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ ഒന്ന് മാത്രമേ ഉള്ളൂ. ചുമലിലിരിക്കുന്നവന് അത് മാത്രമേ ഉള്ളൂ. സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള വക അത് മാത്രമാണ്. ഇന്നുവരെയും കർത്താവിനെ നടത്തി, കർത്താവിനെ നയിച്ചു, ചുമലിലേറ്റി നടത്തി, തോളിൽ വഹിച്ച് നടത്തി. അതിനെ ഓർത്ത് നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കാം, സ്തുതിക്കാം, അങ്ങേക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും ഉയർത്തി കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. ഈശോയെ തോളിലേറ്റി നടത്തിയ നിമിഷങ്ങളും നാളുകളും വർഷങ്ങളും എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഒരു സങ്കടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, ആകുലതകളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ ഞങ്ങളെ നടത്തിയ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഈശോയെ ഞാൻ എൻ്റെ കുടുംബത്തോട് ചേർന്ന്, എൻ്റെ സമൂഹത്തോട് ചേർന്ന്, എൻ്റെ ദേശത്തോട് ചേർന്ന്, ഈശോയെ ഞാൻ എൻ്റെ ഇടവകയോട് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഇതുവരെയും നമ്മളെ നടത്തിയ തമ്പുരാനെ നമുക്ക് ഗാനത്തിലൂടെ പാടി സ്തുതിക്കാം, ആരാധിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആവർത്തിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ.
പരിശുദ്ധ പരമ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എൻ്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നുപോയി, ദുർബലാവസ്ഥയിലൂടെ കടന്നുപോയി, ക്ഷയിച്ച അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം തൊട്ടടുത്ത നിമിഷങ്ങളിൽ, തൊട്ടടുത്ത മണിക്കൂറിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ, തൊട്ടടുത്ത ആഴ്ചയിൽ കർത്താവ് സഹായവുമായി വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, ചുറ്റുപാടുകളിലൂടെ, സാമ്പത്തികമായി, ആത്മീയമായി, വിവിധ തരത്തിൽ ഇങ്ങനെ സഹായവുമായി നമ്മുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. അതിനെ ഓർത്ത് നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം, നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു. ഈശോയെ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ, എൻ്റെ നിർജീവാവസ്ഥയിൽ, എൻ്റെ ബലക്ഷയത്തിൽ, എൻ്റെ കുറവുകളിൽ ഈശോയെ നീ സഹായമായി ശക്തിയായി വന്നതിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. നന്ദിയോടെ നമുക്ക് ആവർത്തിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. പരിശുദ്ധ കുർബാനയെ നോക്കി വചനം നമുക്ക് അനുസ്മരിക്കാം. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഉപേക്ഷിക്കാനും കൈവിടാനും പറ്റാത്തത്ര രീതിയിൽ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഇത്രത്തോളം സ്നേഹിച്ചു, ഇത്രമാത്രം സ്നേഹിച്ചു. ഒരിക്കൽ കൂടി നമുക്ക് സ്നേഹപൂർവ്വം ഇതുവരെ നടത്തിയ, ഇതുവരെ വളർത്തിയ, ഇതുവരെ ഉയർത്തിയ, ഇതുവരെ സ്നേഹിച്ച കർത്താവിനെ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തി നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്വയസ്തുതി, സ്വയസ്തുതി, സ്വസ്തോത്രം, മഹത്വം, 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 മഹത്വം. സ്വയം നിനക്ക് മഹത്വം, 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 മഹത്വം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ആവർത്തിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കുന്ന തമ്പുരാനെ, സ്നേഹത്തോടെ നമുക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സന്നിധിയെ നമുക്ക് സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം. വിളിക്കും മുമ്പേ ഞാനവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. വിളിക്കും മുമ്പേ ഞാനവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ നമ്മളോടൊപ്പം, എന്നോടൊപ്പം, നിങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ ചുവട്ടിലേക്ക്, മുമ്പിലേക്ക് ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവർ, ശമ്പളമില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ, വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കാത്തവർ, നന്മ പ്രവർത്തിക്കാനാവാത്തവർ, വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കാത്തവർ, കടം വീട്ടാനാവാത്തവർ, സ്വസ്ഥതയില്ലാത്തവർ, ഈ എല്ലാ മക്കളെയും നമുക്ക് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നിറഞ്ഞ കരം നീട്ടി, ഈശോയെ അങ്ങ് സൗഖ്യമരളണമേ, ശാന്തതയരളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ, എൻ്റെ ജീവിതത്തെ സുഖമാക്കാൻ, എൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. പാദചൂടം ഞാൻ സുഖമാകുവാൻ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായം 18-19 തിരുവചനങ്ങൾ. അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. തൻ്റെ തന്നെ വഴിയെ പോയെങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. അവനെ കൊണ്ടുപോയി ഞാൻ ആശ്വസിപ്പിക്കും, സന്നിധിയിലേക്ക് കൊണ്ടുപോയി ഞാൻ അവനെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പേർന്ന എല്ലാ മക്കളെയും നമുക്ക് സന്നിധിയിൽ ചേർത്ത് വയ്ക്കാം, സമർപ്പിക്കാം. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, ലങ്സ് സംബന്ധമായ രോഗങ്ങളുള്ളവർ, കരൾ സംബന്ധമായ രോഗങ്ങളുള്ളവർ, സ്പൈനൽ കോഡ് സംബന്ധമായ രോഗങ്ങളുള്ളവർ, അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവർ, കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവർ, കേൾവിക്ക് പരിമിതിയുള്ളവർ, മനസ്സിന് അസ്വസ്ഥതയുള്ളവർ, കൈകൾക്ക് കാലുകൾക്ക് ബലക്ഷയമുള്ളവർ, എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ അവരെ സുഖമാക്കണേ, സുഖമാക്കാൻ കൃപയേകണമേ, മനസ്സാകണമേ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഹൃദയത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 22-ാം തിരുവചനം. അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകും.
സൗഖ്യത്തിനാൽ ദാഹിക്കുന്ന അനേകം മക്കളെ നമുക്ക് സന്നിധിയോട് ചേർത്ത് വയ്ക്കാം. വാദസംബന്ധമായ അസുഖങ്ങൾ, ബ്ലഡ് സർക്കുലേഷൻ സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ, കൈമുട്ടിന് വേദനയുള്ളവർ, കാൽമുട്ടിന് വേദനയുള്ളവർ, മുട്ടുമടക്കാൻ സാധിക്കാത്തവർ, ഉറങ്ങാൻ സാധിക്കാത്തവർ, ഇരിക്കാൻ സാധിക്കാത്തവർ, സംസാരിക്കാനായിട്ട് സാധിക്കാത്ത എല്ലാ മക്കളെയും നമുക്ക് സന്നിധിയോട് ചേർത്ത് വെച്ച് ഈശോയെ സുഖമാക്കാൻ നീ മനസ്സാകണേ. പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാകുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാഹും പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-ാം തിരുവചനം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. പ്രിയപ്പെട്ടവരെ, വിവിധ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുന്നവർ, ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളവർ എല്ലാ മക്കളെയും നമുക്ക് സന്നിധിയിൽ സമർപ്പിക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ, ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഉപജീവന മാർഗങ്ങളില്ലാത്തവർ, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തവർ, ദഹനക്കുറവുള്ളവർ, ശ്വാസതടസ്സം നേരിടുന്നവർ, നടക്കാൻ സാധിക്കാത്തവർ, ഇങ്ങനെ തുടർന്നുള്ള എല്ലാ മക്കളെയും നമുക്ക് സന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ മനസ്സാകണേ, അവരെ എല്ലാം സുഖമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാകുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 2-ാം തിരുവചനം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിയുടെ സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. ഈ പരിശുദ്ധ കുർബാന സൗഖ്യത്തിൻ്റെ കുദാശയാണ്, സൗഖ്യത്തിൻ്റെ കുർബാനയാണ്. നമുക്ക് നന്ദിയോടെ സന്നിധിയിൽ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വിവിധ തരത്തിലുള്ള നിയോഗങ്ങൾ പേറി നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും നമുക്ക് സന്നിധിയിൽ ചേർത്ത് വയ്ക്കാം. നീതി പ്രവർത്തിക്കാൻ സാധിക്കാത്തവർ, നന്മ ചെയ്യാൻ സാധിക്കാത്തവർ, കരുണയോടെ പെരുമാറാൻ സാധിക്കാത്തവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, വിട്ടുവീഴ്ച ചെയ്യാനാവാത്തവർ, താന്നു കൊടുക്കാൻ തയ്യാറാകാത്തവർ, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാൻ പറ്റാത്തവർ, സഹനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് ഈശോയെ നീ അവരെയും സുഖപ്പെടുത്താൻ മനസ്സാകണേ നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാകുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേക ആശീർവാദം നമുക്ക് സ്വീകരിക്കാനായി ഒരുങ്ങും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി,
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.